കർത്താവെ, നിന്റെ വിശുദ്ധ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ നാഥ ഞങ്ങളുടെ ഹൃദയകണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം. ബർക്ക്മോർ. അക്കാലത്ത് ഒരു ശാബത്തിൽ യേശു വിളഭൂമിയിലൂടെ നടക്കുകയായിരുന്നു. തൻ്റെ ശിഷ്യന്മാർക്ക് വിശന്നു. അവർ കതിരുകൾ പറിച്ച് കൈകൾ കൊണ്ട് തിരുമ്മി തിന്നുകൊണ്ടിരുന്നു. പരീശന്മാർ ഇത് കണ്ട് തന്നോട്, ശാബത്തിൽ ചെയ്യുവാൻ അനുവാദമില്ലാത്തത് നിന്റെ ശിഷ്യന്മാർ ഇതാ ചെയ്യുന്നു എന്ന് പറഞ്ഞു. താൻ അവരോട്, ദാവീദിനും അവനോട് കൂടെയുള്ളവർക്കും വിശന്നപ്പോൾ ദാവീദ് എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അവൻ ദൈവഭവനത്തിലേക്ക് പ്രവേശിച്ച് ആചാര്യന്മാർക്ക് മാത്രമല്ലാതെ അവനോ കൂടെയുള്ളവർക്കോ ഭക്ഷിപ്പാൻ അനുവാദമില്ലാത്തതായിരുന്ന കർത്തൃമേശയിലെ അപ്പം ഭക്ഷിച്ചതെങ്ങനെ? അല്ലെങ്കിൽ പുരോഹിതന്മാർ ദേവാലയത്തിൽ വെച്ച് ശാബത്തിനെ ലംഘിച്ചാലും അവർ കുറ്റമില്ലാത്തവരായിരിക്കുന്നു എന്നും ന്യായപ്രമാണത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവാലയത്തേക്കാൾ വലിയവൻ ഇവിടെയുണ്ട്. ഞാൻ കരുണയെ ആഗ്രഹിക്കുന്നു, ബലിയല്ല എന്നുള്ളത് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ കുറ്റമില്ലാത്തവരെ നിങ്ങൾ കുറ്റപ്പെടുത്തുകയില്ലായിരുന്നു. എന്തെന്നാൽ മനുഷ്യപുത്രൻ അത്രേ ശാബത്തിന്റെ കർത്തൻ. പിന്നീട് യേശു അവിടം വിട്ട് അവരുടെ സംഘാലയത്തിൽ വന്നു. അവിടെ കൈ ശോഷിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവർ തന്നിൽ കുറ്റാരോപണം ചെയ്യേണ്ടതിനായി ചോദിച്ചു, ശാബത്തിൽ സുഖപ്പെടുത്തുന്ന അനുവദനീയമോ? താൻ അവരോട്, നിങ്ങളിൽ ഒരുവന് ഒരാടുണ്ടെന്നിരിക്കട്ടെ. അത് ശാബത്ത് ദിവസം കുഴിയിൽ വീണാൽ അവൻ അതിനെ പിടിച്ചു കയറ്റുകയില്ലയോ? ആടിനേക്കാൾ മനുഷ്യൻ എത്രയോ ശ്രേഷ്ഠനാകുന്നു. ആകയാൽ ശാബത്തിൽ നല്ല കാര്യം ചെയ്യാവുന്നതാകുന്നു. പിന്നെ താൻ ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ കൈ നീട്ടി. അത് മറ്റേ കൈ പോലെ സുഖപ്പെടുകയും ചെയ്തു. പരീശന്മാർ പുറത്തിറങ്ങി തന്നെ നശിപ്പിക്കുവാൻ തനിക്ക് വിരോധമായി ആലോചിച്ചു. യേശു ഇതറിഞ്ഞ് അവിടെ നിന്നും മാറിപ്പോയി. അനേകം പുരുഷാരം തന്നെ അനുഗമിച്ചു. എല്ലാവരെയും താൻ സുഖപ്പെടുത്തി തന്നെ പരസ്യപ്പെടുത്തരുതെന്ന് താൻ അവരെ വിലക്കി. ഇത് യെശയ്യാ ദീർഘദർശിയാൽ പറയപ്പെട്ടിരുന്നത് നിവൃത്തിയാകുവാൻ തന്നെ. അതായത്, ഇതാ ഞാൻ അവനിൽ പ്രസാദിച്ചു. എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് അവനായി കാംക്ഷിച്ച എൻ്റെ വത്സലൻ. എൻ്റെ ആത്മാവിനെ അവന്മേൽ ഞാൻ വയ്ക്കും. അവൻ ജാതികൾക്ക് ന്യായവിധി പ്രഘോഷിക്കും. അവൻ തർക്കിക്കുകയോ കരയുകയോ ചെയ്യുകയില്ല. തെരുവുകളിൽ ആരും അവൻ്റെ ശബ്ദം കേൾക്കുകയുമില്ല. അവൻ വിധിയെ വിജയത്തിലെത്തിക്കുന്നതുവരെ അവൻ ചതഞ്ഞ ഞാങ്ങണയെ ഒടിച്ചു കളയുകയും മങ്ങിക്കത്തുന്ന വിളക്ക് കെടുത്തുകയുമില്ല. അവൻ്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും. അപ്പോൾ ഊമനും അന്ധനുമായ ഒരു പിശാചുബാധിതനെ ജനങ്ങൾ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഊമനും അന്ധനുമായവൻ സംസാരിക്കുകയും കാണുകയും ചെയ്യത്തക്കവണ്ണം താൻ അവനെ സൗഖ്യമാക്കി. പുരുഷാരം മുഴുവൻ അത്ഭുതപ്പെട്ട്, ദാവീദ് പുത്രൻ പക്ഷേ ഇദ്ദേഹമായിരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ പരീശന്മാർ അത് കേട്ടപ്പോൾ, ഇവൻ ഭൂതഗണങ്ങളെ പുറത്താക്കുന്നത് പിശാചുകളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടുമല്ല എന്ന് പറഞ്ഞു. യേശു അവരുടെ ചിന്തകൾ അറിഞ്ഞവരോട്, തന്നിൽ തന്നെ ഛിദ്രിക്കുന്ന ഏത് രാജ്യവും നശിക്കും. തന്നിൽ തന്നെ ഛിദ്രിക്കുന്ന ഏത് ഭവനവും നഗരവും നിലനിൽക്കുകയില്ല. സാത്താൻ സാത്താനെ പുറത്താക്കുകയാണെങ്കിൽ അവൻ സ്വയം ഛിദ്രിക്കുകയാണ്. ആകയാൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ബെൽസെബൂലിനെ കൊണ്ടാണ് ഞാൻ ഭൂതങ്ങളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെക്കൊണ്ടാണ് അവയെ ബഹിഷ്കരിക്കുന്നത്? ആകയാൽ അവർ നിങ്ങൾക്ക് വിധികർത്താക്കളായിരിക്കും. ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ടാണെങ്കിലോ, സ്വർഗരാജ്യം നിങ്ങൾക്ക് സമീപിച്ചിരിക്കുന്നു. ആദ്യമേ ശക്തനെ പിടിച്ചു കെട്ടാതെ അവൻ്റെ വീട്ടിൽ കടന്ന് അവൻ്റെ സാധനങ്ങൾ കവർച്ച ചെയ്യുവാൻ ഒരുവന് എങ്ങനെ സാധ്യമാകും? ബന്ധിച്ചാലോ അപ്പോൾ അവൻ്റെ വീട് കൊള്ളയടിക്കാം. എന്നോട് കൂടെ അല്ലാത്തവൻ എനിക്ക് എതിരാളിയത്രേ. എന്നോട് കൂടെ ചേർക്കാത്തവൻ ചിതറിക്ക തന്നെ ചെയ്യുന്നു.
ആകയാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യരുടെ എല്ലാ പാപങ്ങളും ദൈവദൂഷണങ്ങളും മനുഷ്യരോട് ക്ഷമിക്കപ്പെടും. ആത്മാവിനെതിരായുള്ള ദൈവദൂഷണം മനുഷ്യരോട് ക്ഷമിക്കപ്പെടുകയില്ല. ആരെങ്കിലും മനുഷ്യന്റെ പുത്രനെതിരായി വാക്കു പറഞ്ഞാൽ അവനോടത് ക്ഷമിക്കപ്പെടും. ആരെങ്കിലും പരിശുദ്ധാത്മാവിനെതിരായി പറഞ്ഞാൽ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും അതവനോട് ക്ഷമിക്കപ്പെടുകയില്ല. ഒന്നുകിൽ വൃക്ഷം നല്ലത്, അതിന്റെ ഫലങ്ങളും നല്ലത് എന്ന് വയ്പിൻ, അല്ലെങ്കിൽ വൃക്ഷം ചീത്ത, അതിന്റെ ഫലങ്ങളും ചീത്ത എന്ന് വയ്പിൻ. എന്തെന്നാൽ അതിന്റെ ഫലങ്ങൾ കൊണ്ടാണ് വൃക്ഷം അറിയപ്പെടുന്നത്. അണലി സന്തതികളെ, ദുഷ്ടരായ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ സംസാരിപ്പാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞു കവിയുന്നവയിൽ നിന്നാണല്ലോ വായ് സംസാരിക്കുന്നത്. നല്ല മനുഷ്യൻ നല്ല നിക്ഷേപങ്ങളിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. ചീത്ത മനുഷ്യൻ ചീത്ത നിക്ഷേപങ്ങളിൽ നിന്ന് തിന്മകളെയും പുറപ്പെടുവിക്കുന്നു. എന്തെന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യൻ പറയുന്ന സർവ്വ വ്യർത്ഥവാക്കുകൾക്കും വിധി ദിവസത്തിൽ അവൻ ഉത്തരം പറയേണ്ടി വരും. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ തന്നെ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ സോപ്രയന്മാരിലും പരീശന്മാരിലും ചിലർ ഉത്തരമായി തന്നോട്, ഗുരു, അങ്ങയിൽ നിന്നൊരടയാളം കാണുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. താൻ ഉത്തരമായി അവരോട്, ദുഷിച്ചതും വ്യഭിചരിക്കുന്നതുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു. യോന പ്രവാചകന്റെ അടയാളമല്ലാതെ മറ്റടയാളം അതിന് നൽകപ്പെടുകയില്ല. എന്തെന്നാൽ യോന 3 പകലും 3 രാവും മത്സ്യത്തിന്റെ ഉദരത്തിൽ ആയിരുന്നതുപോലെ തന്നെ മനുഷ്യന്റെ പുത്രൻ ഭൂമിക്കുള്ളിൽ 3 പകലും 3 രാവുമായിരിക്കും. ന്യായവിധി ദിവസത്തിൽ നിനവാക്കാർ ഈ തലമുറയോട് കൂടി നിന്ന് ഇതിനെ കുറ്റപ്പെടുത്തും. എന്തെന്നാൽ അവർ യോനയുടെ പ്രസംഗം മൂലം അനുതപിച്ചു. ഇതാ, യോനയേക്കാൾ വലിയവൻ ഇവിടെയുണ്ട്. തെക്കുദേശത്തിന്റെ രാജ്ഞി ഈ തലമുറയോട് കൂടി ന്യായവിധിയിൽ നിന്നുകൊണ്ട് അതിനെ കുറ്റപ്പെടുത്തും. എന്തെന്നാൽ ശലോമോന്റെ ജ്ഞാനം കേൾക്കുവാൻ അവൾ ഭൂമിയുടെ അതിരുകളിൽ നിന്ന് വന്നുവല്ലോ. ഇതാ, ശലോമോനേക്കാൾ വലിയവൻ ഇവിടെയുണ്ട്. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനിൽ നിന്ന് പുറത്താകുമ്പോൾ വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് ആശ്വാസം അന്വേഷിക്കുന്നു, കണ്ടെത്തുന്നില്ല. അപ്പോൾ അത്, ഞാൻ പുറപ്പെട്ടു പോന്ന എൻ്റെ ഭവനത്തിലേക്ക് തിരികെ ചെല്ലും എന്നു പറയുന്നു. തിരികെ വരുമ്പോൾ അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിക്കപ്പെട്ടതുമായി കാണുന്നു. അപ്പോൾ അത് പോയി തന്നേക്കാൾ തിന്മപ്പെട്ട 7 ആത്മാക്കളെയും കൂട്ടിക്കൊണ്ടുവന്ന് അവനിൽ പ്രവേശിച്ചു വസിക്കുന്നു. അങ്ങനെ ആ മനുഷ്യന്റെ അവസാനം ആദ്യത്തേതിനേക്കാൾ തിന്മപ്പെട്ടതായിത്തീരുന്നു. ഈ തിന്മപ്പെട്ട തലമുറയ്ക്കും ഇങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് പറഞ്ഞു. താൻ പുരുഷാരത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കവേ തൻ്റെ അമ്മയും സഹോദരന്മാരും ഒന്ന് പുറത്തു നിന്നുകൊണ്ട് തന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഒരുവൻ തന്നോട്, അങ്ങയുടെ അമ്മയും സഹോദരന്മാരും പുറത്തു നിൽക്കുന്നു, അങ്ങയോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ആ പറഞ്ഞവനോട് താൻ ഉത്തരമായി, ആരാകുന്നു എൻ്റെ അമ്മ, ആരാകുന്നു എൻ്റെ സഹോദരന്മാർ എന്ന് ചോദിച്ചിട്ട് തൻ്റെ ശിഷ്യന്മാരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട്, ഇതാ എൻ്റെ മാതാവ്, ഇതാ എൻ്റെ സഹോദരന്മാർ. എന്തെന്നാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന എല്ലാവരും എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിയും എൻ്റെ മാതാവുമാകുന്നു എന്ന് പറഞ്ഞു. ആമേൻ. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോർ.